നിങ്ങളുടെ എത്ര ഭംഗിയില്ലാത്ത ചുരുണ്ടുകൂടി കിടക്കുന്ന മുടിയാണെങ്കിലും ചകിരി പോലത്തെ വരണ്ട മുടിയാണെങ്കിലും ഇതുപോലെ നല്ല സിൽക്കി സോഫ്റ്റി ആകാനായിട്ട് നമ്മുടെ അടുക്കളയിലെ ഈ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി. ഈ ഒരു പായ്ക്ക് വെച്ചിട്ട് മുഖം തിളങ്ങാനും ആരോഗ്യം കൂട്ടാനും പറ്റും. അപ്പോൾ ഇന്നത്തെ ഹീറോ ആരാണെന്ന് അറിയാനായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. എല്ലാവർക്കും വിന്യാസ് വീട്ടിലേക്ക് സ്വാഗതം. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് ചെറുപയറാണ്. അപ്പോൾ ചെറുപയറിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, അതുപോലെ ഇത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒത്തിരി നല്ലതാണെന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി ചെറുപയർ എടുത്ത് തലേ ദിവസം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പം ഈ ഇങ്ങനെ നമുക്ക് ഈ ഒരു പിടി ചെറുപയറാണല്ലോ നമ്മൾ എടുത്തത്. ഈ ഒരു പിടി ചെറുപയർ വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിതാണ്ട് ഈ ചെറുപയർ കുതിർത്ത ഈ വെള്ളം നമ്മൾ കളയണ്ട കേട്ടോ. സാധാരണ നമ്മളിങ്ങനെ ചെറുപയർ കുതിർത്ത വെള്ളം കളയാറാണല്ലോ പതിവ്. പക്ഷേ ഇത് കളയേണ്ട, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ ചെറുപയർ കുതിർത്ത വെള്ളം ഞാനൊരു കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ചുകൂടി വെള്ളം ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ ഒരു കപ്പിന് ഒരു കപ്പ് വെള്ളം ആക്കുക നിങ്ങൾ. അതിനുശേഷം നിങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തല തോർത്തുന്നതിന് മുന്നേ ആയിട്ടിട്ട് ഈ വെള്ളം ഒഴിച്ച് നിങ്ങൾ മുടി ഒന്നും കൂടി ഒന്ന് കഴുകുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്കൊരു പ്രത്യേക ഒരു ഷൈനിങ് ഉണ്ടാകും. പെട്ടെന്ന് വളരും. താരനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. അത്രയ്ക്ക് നല്ല ഒരു വെള്ളമാണ് ഈ ചെറുപയർ കുതിർത്ത വെള്ളം. കാരണം ആ ചെറുപയറിൻ്റെ ഒട്ടുമിക്ക സത്തുക്കളും ഈ വെള്ളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിനി ചെറുപയർ കുതിർത്ത വെള്ളം കളയാനായിട്ട് നിൽക്കേണ്ട. ഇതുപോലെ എടുത്ത് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് തലയിലൊന്ന് ഒഴിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കുതിർത്ത് വെച്ച ചെറുപയറിൽ നിന്ന് 2-3 സ്പൂൺ ചെറുപയർ ഇതുപോലൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് വറ്റിച്ചിട്ട് എടുക്കണം. അപ്പം ഒരു ഗ്ലാസ് വെള്ളം 1/2 ഗ്ലാസ് ആകുന്നത് വരെ വറ്റിക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഈ ഒരു വെള്ളം നമുക്കൊന്ന് അരിച്ചിട്ടും കൂടെ എടുക്കണം കേട്ടോ. അപ്പം ഇത് നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ സിറമാണ്. നിങ്ങൾ വില കൂടിയ കെമിക്കലുകളൊക്കെ അടങ്ങിയ സിറമൊക്കെ വാങ്ങിച്ച് മുടിയിൽ പ്രയോഗിക്കുന്നതിന് പകരം ഇതുപോലെ നാച്ചുറലായിട്ടുള്ള ടിപ്പുകളൊക്കെ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ അത് ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു സിറം ഇതുപോലെ നമ്മൾ അരിച്ച് സ്പ്രേ ബോട്ടിലിൽ ആക്കിയതിന് ശേഷം മുടി ഇഴകളിൽ, തലയോട്ടിയിൽ ഒക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ, മുടിയുടെ വേര് മുതൽ അഗ്രം വരെ നന്നായിട്ട് സ്പ്രേ ചെയ്യുക. എന്നിട്ട് കൈവിരലുകൾ കൊണ്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒന്നാമതായിട്ടുണ്ടല്ലോ, ഈ തിളപ്പിച്ച് വറ്റിച്ച ഈ വെള്ളത്തിൽ പ്രകൃതിദത്തമായിട്ടുള്ള പ്രോട്ടീനുകളും വൈറ്റമിനുകളും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വരണ്ട് ഉണങ്ങി ജീവനില്ലാതെ കിടക്കുന്ന മുടി ഇഴകൾക്ക് നല്ല ഒരു ജീവനും തിളക്കവും ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ചകിരിനാര് പോലെ ഒതുങ്ങാതെ കിടക്കുന്ന ചുരുണ്ട മുടിയൊക്കെ ഉള്ളവരില്ലേ, അതൊക്കെ നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും ഈ ഒരു സിറം സഹായിക്കും. അതുപോലെ മുടിയുടെ വേരുകളിൽ നിന്ന് അത് ഉള്ളിലോട്ട് ചെന്നിട്ട് ബലപ്പെടുത്തി, അതായത് മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുകയും അതുപോലെ പുതിയ മുടികളൊക്കെ, കുഞ്ഞു മുടികളൊക്കെ ബേബി ഹെയർ ഒക്കെ ഉണ്ടാകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാ തരത്തിലും പറഞ്ഞാൽ ഈ ചെറുപയർ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി ചെയ്ത് നോക്കുകയാണേ. അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഹീറോ ആയ ചെറുപയറിന് ഒപ്പം 2 VIP കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊടിയിലോട്ട് ഇറങ്ങിയാൽ ഇതുപോലെ മുരിങ്ങയിലയൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് സുലഭമാണല്ലോ. അപ്പോൾ ഒരു പിടി മുരിങ്ങയില എടുക്കുക. അത് നല്ല ഫ്രഷ് ആയിട്ടുള്ളത്, ഇളത്ത ഇല ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. എന്നിട്ട് അതിൻ്റെ ഒപ്പം മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുപയറും ഇടുക. എന്നിട്ട് നമ്മൾ തലേ ദിവസത്തെ ആ ഒരു പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കാൻ പാകത്തിന് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടിട്ട് നമുക്കൊന്ന് അരച്ചിട്ട് എടുക്കാം. ഇതുപോലെ തരികളൊന്നും ഇല്ലാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം പെട്ടെന്ന് കഴുകി കളയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഒരു സൂപ്പർ കോംബോ ഹെയർ പായ്ക്കാണ്. ഈ മുരിങ്ങയിലയിലെ അയണും അതുപോലെ വിറ്റാമിനുകളും കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡും ചെറുപയറിലെ പ്രോട്ടീനും എല്ലാം കൂടെ ഒന്നിക്കുമ്പോൾ മുടിക്ക് കിട്ടുന്നത് നല്ല ഒന്നാന്തരം ഒരു നാച്ചുറൽ കെരാറ്റിൻ ബൂസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക. ഇത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറും. മുരിങ്ങയിലിൽ അടങ്ങിയിരിക്കുന്ന അയണാണ് മുടി കൊഴിച്ചിൽ മാറ്റുന്നതും മുടിക്ക് ബലം നൽകുന്നതും. അതുപോലെ തന്നെ മുടി കാട് പോലെ വളരും. കഞ്ഞിവെള്ളത്തിലെ അമിനോ ആസിഡുകൾ മുടിക്ക് നല്ല ഉള്ളും നീളവും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ പട്ടുപോലുള്ള തിളക്കം, ഈ പ്രോട്ടീൻ ഉണ്ടല്ലോ ചെറുപയറിലെ, അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലതാണ്. ചകിരിച്ചോറ് പോലിരിക്കുന്ന മുടിയുടെ ആ ഒരു
ടെക്സ്ചർ തന്നെ മാറ്റിയിട്ട് നല്ല സോഫ്റ്റും തിളക്കവും ഉള്ളതാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ നമുക്കിത് മുടിയിൽ വെക്കുക. അതിനുശേഷം സാധാ വെള്ളത്തിൽ കഴുകിക്കളയാം. ഷാമ്പൂ ഒന്നും ഉപയോഗിക്കണമെന്നൊരു നിർബന്ധമില്ല. കഞ്ഞിവെള്ളവും ചെറുപയറും മുടി പ്രകൃതിദത്തമായിട്ട് ക്ലെൻസ് ചെയ്തോളും. ആഴ്ചയിൽ 1 വീതം ഇത് ചെയ്താൽ നിങ്ങളുടെ മുടി ആരും കൊതിക്കുന്ന രീതിയിൽ സുന്ദരമാകും. അപ്പോൾ നമ്മുടെ ഈ ചെറുപയറിലെ ഇത്രയും ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമ്മുടെ ബാക്കിയുള്ള ചെറുപയറും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പം പേസ്റ്റ് പോലെ തന്നെ നിങ്ങൾ അരച്ചെടുക്കുക. ഇപ്പോൾ ഇതാ ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൽ നിന്ന് ചെറിയൊരു ബൗളിലോട്ട് നമുക്കൊരു 2-3 സ്പൂണ് ചെറുപയർ അരച്ചതൊന്ന് എടുക്കാം. എന്നിട്ട് അതിലോട്ട് ഒരു സ്പൂൺ അല്ലെങ്കിൽ 1.5 സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ വളരെ കുറച്ചേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. തൈര് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മിക്സ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തും കയ്യിലും കഴുത്തിലും ഒക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ടിട്ട് നല്ലപോലെ നമ്മുടെ മുഖം തിളങ്ങാനായിട്ട് സഹായിക്കും. ഇനി ബ്യൂട്ടി പാർലറിൽ പോയിട്ടിട്ട് ആയിരങ്ങൾ കളഞ്ഞ് ഫേഷ്യൽ ചെയ്യേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഇത് മുഖത്തെ കരിവാളിപ്പൊക്കെ മാറ്റി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോയിങ് നൽകാനായിട്ട് സഹായിക്കും. ഈ ഒരൊറ്റ ഫേസ് പാക്ക് മതി കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്നിങ്ങനെ വെക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് സാധാ വെള്ളത്തിലൊന്ന് കഴുകി കളയാം. പുരട്ടുമ്പം നല്ലതുപോലെ ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകല്ലോ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. മുഖക്കുരു ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിരിക്കും. മഞ്ഞളിലുള്ള ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ മുഖക്കുരുവൊക്കെ വരുന്നത് തടയും. പഴയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ക്ലിയർ ആകും. പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയ്, അതിപ്പോൾ തൈരിലെ ലാക്റ്റിക് ആസിഡാണ് അത് ചെയ്യുന്നത്. ചർമ്മത്തിലെ മൃതകോശങ്ങളെയൊക്കെ നീക്കം ചെയ്തിട്ട് നല്ലപോലെ ഒരു എന്താ പറയുക ഒരു ഫ്രഷ് ലുക്ക് നൽകും. പിന്നെ പ്രായം കുറച്ച് നിലനിർത്തും. ഇത് ഈ പാക്ക് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചർമ്മത്തിലെ ചുളിവുകളൊക്കെ മാറിയിട്ട് മുഖം എപ്പോഴും നല്ല ടൈറ്റായിട്ടിരിക്കാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ചെറുപയർ ഇതുപോലെ അരച്ചെടുത്ത ഈ പേസ്റ്റ് നിങ്ങൾ ഇതുപോലെ സ്കിൻ അലർജിയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഒരു എന്താ പറയുക ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയൊക്കെ കിട്ടും. അതുപോലെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അപ്പോൾ ഇതുപോലെ അലർജിയൊക്കെ വന്നാൽ അല്ലെങ്കിൽ സ്കിന്നിൽ എന്തെങ്കിലും അസ്വസ്ഥതയൊക്കെ ഉള്ള ഭാഗത്തൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്യുക. അന്നേരം ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് പോയിട്ടിട്ട് ചൊറിച്ചിൽ അതുപോലെയൊക്കെയുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങളുടെ ചർമ്മം കുറച്ചും കൂടി എന്താ പറയുക ബെറ്റർ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ചെറുപയർ സീരീസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു 2-in-1 വിദ്യയുമായിട്ടാണ് ഞാൻ ഇന്ന് ലാസ്റ്റ് എത്തിയിരിക്കുന്നത്. ഒരേ സമയം നമ്മുടെ തലമുടി കാടുപോലെ വളർത്താനും അകാല നര മാറാനും ഒപ്പം തന്നെ മുഖവും കൈകളും ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ബ്ലീച്ച് ചെയ്തതുപോലെ തിളങ്ങാനും ഒക്കെയുള്ള ഒരു കിടിലൻ മാന്ത്രിക കൂട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഹീറോ ആയ ചെറുപയറിനൊപ്പം ഞാൻ എന്തൊക്കെയാണ് ചേർത്തിരിക്കുന്നതെന്ന് കാണാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 3-4 സ്പൂൺ ചെറുപയർ കുതിർത്തത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ ഒരു നെല്ലിക്കയാണ് എടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക ഇല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വാടാൻ തുടങ്ങിയിട്ടൊക്കെയുള്ള നെല്ലിക്കയൊക്കെ ഇല്ലേ, അതൊക്കെ എടുത്താലും മതി കേട്ടോ. നമുക്കിപ്പോൾ ഇത് ഉള്ളിലേക്ക് കഴിക്കാനായിട്ടല്ലല്ലോ. അപ്പോൾ ഈ നെല്ലിക്ക ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ച് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ഒരു അരമുറി മതിയാകും. ഇങ്ങനെ ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഞാൻ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് പോലെ എടുക്കണം. അരച്ചുകൊണ്ട് വന്നപ്പം ഇതാ നോക്കിക്കുക എത്ര മനോഹരമായ ഒരു നാച്ചുറൽ കളറിലാണ് നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഇനി ഇത് മുടിയിലും ചർമ്മത്തിലും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊരു ഹെയർ പാക്കായിട്ട് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. മുടിയിൽ ഇത് പുരട്ടുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അകാല നരം മാറും. കാരണം നെല്ലിക്കയും ബീട്രൂട്ടും ഒക്കെ ഉണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന പ്രകൃതിദത്തമായിട്ടുള്ള പിഗ്മെൻറ്റുകൾ നരച്ച മുടിയെ സ്വാഭാവികമായിട്ട് കറുപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് പമ്പ കടക്കും. നെല്ലിക്കയിലെ വൈറ്റമിൻ സി മുടികളുടെ വേരുകൾക്ക് ഇരട്ടി ബലം നൽകും. പിന്നെ തഴച്ചു വളരും. ചെറുപയറിലെ പ്രോട്ടീൻ കൂടി ചേരുന്നതോടുകൂടി പുതിയ മുടികളൊക്കെ കാടുപോലെ വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മുടിയിഴകളിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് നോർമൽ വാട്ടറിൽ കഴുകി കളയാം. ഷാമ്പൂവിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഷാമ്പൂവിൻ്റെയൊക്കെ സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ചെറുപയർ, നെല്ലിക്ക ഇതൊക്കെ നമ്മുടെ തലയോട്ടിയൊക്കെ നല്ലപോലെ ക്ലീൻ ആക്കുന്നതാണ്. നല്ലൊരു കണ്ടീഷണർ പോലെ പ്രവർത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇനി കെമിക്കലുകളുടെ പുറകെ
പുറകെയൊന്നും പോകണ്ട. നിങ്ങളുടെ അടുക്കളയിലുള്ള ഇതുപോലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്സുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും കയ്യിലും ഒക്കെ ഒരു 30 മിനിറ്റ് ഇതൊന്ന് പുരട്ടി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ നിങ്ങൾക്ക് കഴുകി കളയാം. സോപ്പ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല അടിപൊളി ഒരു റിസൾട്ട് ആയിരിക്കും ഇത് നമുക്ക് കിട്ടുന്ന. നല്ലൊരു ഗ്ലോയിങ് റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല ഒരു ക്ലെൻസറായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പം നിങ്ങൾ ഇതുപോലെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.